ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു വ്ളോഗായാലോ. ഈ ഒരു വ്ളോഗിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. കഴിഞ്ഞ സൺഡേ എടുത്തതാണ്. അന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആരവിൻ്റെ 12th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് വൈകിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്യുക. അപ്പോൾ വൈകിട്ടാകുമ്പോൾ അമ്മയും ചേച്ചിയും ഹസ്ബൻഡും കുട്ടികളൊക്കെ അവരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മാത്രമായിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ രാവിലെ പ്രത്യേകിച്ച് ഒന്നുമില്ല. രാവിലെ ലേറ്റായിട്ടാണ് നീറ്റ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ലേറ്റ് അല്ല, എന്നാലും സാറ്റർഡേ സൺഡേ പൊതുവെ ലേറ്റ് ആവും. അപ്പോൾ വേഗം ചായയൊക്കെ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും ഈ സാറ്റർഡേ സൺഡേ ആകുമ്പോഴാണ് ഞാൻ ഇഡ്ഡലി, ദോശ അങ്ങനത്തെ ഒക്കെ പരിപാടികൾ നോക്കുക. പിന്നെ ഉപ്പുമാവ്. അപ്പോൾ സാധാ ഉപ്പുമാവൊന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല. ഇതിപ്പോൾ റൈസ് വേമിസലയുടെ ഉപ്പുമാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടത്തിന് മുമ്പ് ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ അവർ നന്നായി കഴിക്കേണ്ടത്. അതുപോലെ തന്നെ സ്കൂളിലേക്ക് എല്ലാവരും കൊണ്ടുപോയിക്കോളൂ കേട്ടോ. ഭയങ്കര ഇഷ്ടം 2 പേർക്ക്. അപ്പോൾ 4 പേരും ഞങ്ങൾ കഴിക്കുന്ന ഒരു സാധനമായ കാരണം ഞാൻ വേഗം അത് ഉണ്ടാക്കി. അങ്ങനെ അതുണ്ടാക്കി അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. കൈയോടെ കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു പാത്രങ്ങളൊക്കെ. കാരണം ഇനിയും പണികളിങ്ങനെ കിടക്കുക. അപ്പോൾ 2 നേരത്തേക്കും കൂടി ചോറും കറി ഉപ്പേരിയൊക്കെ വേഗം തന്നെ ഉച്ചയ്ക്കേണ്ടി വയ്ക്കാം. രാത്രിയാകുമ്പോൾ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്യുന്നുണ്ട്. പിന്നെ കറി ഇതൊക്കെ വേഗം കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ പണികൾ തീർന്നല്ലോ. അപ്പോൾ തലേദിവസം കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഇവിടെ പച്ചക്കറിയൊക്കെ തീർന്നിട്ട് ഹസ്ബൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. ആൾ ഇന്നിപ്പോൾ അവിടേക്ക് മാംഗ്ലൂർക്ക് പോവാണ്. അപ്പോൾ ആളുണ്ടാവില്ല. 6:30 ആകുമ്പോഴേക്കും ആളിറങ്ങും കേക്ക് കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും ഈ പച്ചക്കറിയൊക്കെ വേഗം വാങ്ങി വയ്ക്കാമെന്ന് വിചാരിച്ചു. തലേദിവസം രാത്രിയായപ്പോൾ പച്ചക്കറി കൊണ്ടുവന്നേ. പച്ചക്കറി നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കേട്ടോ. എനിക്ക് ഈ പയറൊക്കെ കണ്ടില്ല, അതൊന്നും ഒരു തരിയാൻ തോന്നില്ല, അത്ര നല്ല ഫ്രഷ്. അതുപോലെ ചീരലൊക്കെ ഉണ്ടല്ലോ, ഒരു കേടുമില്ല, നല്ല ഇലകൾ. അപ്പോൾ അത് ഇന്നലെ രാത്രി കൊണ്ടുവന്ന കാരണം അത് വേഗം അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക ചെയ്തത്. അതൊന്നും വെള്ളത്തിലിട്ട് ഉപ്പ് വെള്ളത്തിലിട്ടൊന്നും വയ്ക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് അതൊക്കെ ചെയ്തത് കേട്ടോ. ഇലയൊക്കെ നോക്കി ഉപ്പ് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഇതാ വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ പയർ ഞാൻ ഉപ്പ് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി കുറച്ച് നേരം വെച്ചിട്ടാണ് പിന്നെ എടുത്തത് അരിഞ്ഞെടുക്കുക കേട്ടോ ചെയ്തത്. കാരണം ഇത് 2 നേരത്തേക്ക് വയ്ക്കുമ്പോൾ കുറേ അധികം ഉണ്ടായിരുന്നു. അത് പൊട്ടിച്ചെടുക്കുമ്പോഴേക്കും അത് അടുത്തൊന്നും ആവില്ല. അപ്പോൾ അതുകൊണ്ട് അത് അരിഞ്ഞെടുത്തു. പയറും അതൊക്കെ കേടൊന്നുമില്ലാത്ത നല്ല പയർ കേട്ടോ. ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ പോലെ ഇത്ര നല്ല പയർ കിട്ടാറില്ല. നമ്മൾ അക്ഷയ് നഗർ എന്ന് പറഞ്ഞ അവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് അതിന് ശേഷം എന്താ അപ്പോഴേക്കും ചോറ് ഞാൻ അരി അടുപ്പത്തിട്ടുണ്ടായി. തിളച്ചു. അത് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ അത് അരിയാനുള്ള പണികളൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ പിന്നെ രാത്രി ആകുമ്പോഴാണ് നമ്മൾ കേക്ക് കട്ടിംഗ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ചോറും കറി ഉപ്പേരിയൊക്കെ റെഡിയാകട്ടെ. കറി പരിപ്പും ചീരലും കൂടി കുത്തി വറുത്തലാണ് കേട്ടോ. പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് സൈഡായിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡ് നേരത്തെ പോണ കാരണം ആൾക്ക് കഴിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ചിക്കനും കൂടി ഉച്ചയ്ക്കാണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മസാല ആയിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ അതും റെഡിയാക്കി. പിന്നെ ഒരു പായസം ഉണ്ടാക്കി, പാലട വെച്ച്. അത് കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പായസം ഞാൻ മാത്രമേ ഇവിടെ കഴിക്കുള്ളൂ. പിന്നെ വിദ്യ ചേച്ചിയും ചേട്ടനൊക്കെ കഴിക്കുള്ളൂ, വേറെ ആരും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പായസം ഉണ്ടാക്കി. രസവും പപ്പടമൊക്കെ ഞാൻ വൈകിട്ടായപ്പോൾ ഉണ്ടാക്കിയത്. വേഗം ഉണ്ടാക്കാൻ പറ്റുമല്ലോ, അത് ആ സമയത്തേക്ക് ഉണ്ടാക്കിയത്. അതൊക്കെയാണ് നമ്മളുടെ കൊച്ചു വിഭവങ്ങളൊക്കെ. അപ്പോൾ ബർത്ത്ഡേ ബോയ് വന്നോട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഞാൻ വെറുതെ ഇങ്ങനെ വിളിച്ചതാണ് ഉള്ളി നന്നാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ ഓടി വന്നു. അപ്പോൾ ഞാൻ വിളിച്ചു എന്ത് പറ്റിയാവുന്നു. അത് കഴിഞ്ഞപ്പോൾ പതുക്കെ മൊബൈൽ കാണാൻ വേണ്ടി ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓടിച്ചു, മൊബൈൽ കാണാൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടെ പിണങ്ങി, തെറ്റലായി, ബഹളായി. ബർത്ത്ഡേ ആയാലും എനിക്ക് മൊബൈൽ തരില്ല. അവൻ എക്സാം നടന്നുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് എക്സാം 2 എക്സാം, അതായത് റിവിഷൻ ടെസ്റ്റാണ്. എന്നാലും എക്സാം തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇന്ന് ബർത്ത്ഡേ അല്ല, ഞാനിന്ന് മൊബൈൽ കണ്ടോട്ടെ എന്ന് പറഞ്ഞ് സോപ്പിട്ട് ഇങ്ങനെ വാങ്ങിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ 2 പേരും അടുത്തടുത്ത് നിന്ന് കഴിഞ്ഞാൽ അടിപിടി ബഹളമായിരിക്കും കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാ വീടുകളിലും അമ്മ മോനോടും മോള് അച്ഛനോടും ആയിരിക്കുമല്ലോ അടുപ്പം. ഇവിടെ 2 മക്കളും അച്ഛനോടാണ്. ഞാനും ആയിട്ട് എന്നും അടിയാണ്. പ്രത്യേകിച്ച് ഞാനും മോനും എന്തെങ്കിലും പറഞ്ഞ് അടി കൂടും. അങ്ങനെ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ട്, അടി മാത്രമല്ല. അപ്പോൾ അന്നും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങനെ തല്ല് പിടിക്കും, അടിയുണ്ടാവും. അപ്പോൾ മോൻ പറയും ബർത്ത്ഡേ ആയിട്ട് തന്നെ അടിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു അതൊന്നും പറ്റില്ല, നിൻ്റെ കയ്യെടുപ്പ് ശരിയില്ലെങ്കിൽ അടി കിട്ടുമെന്നു എന്ന് പറയും.
അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നിന്ന് പാചകവും ആയിട്ട് പോകുമായിരുന്നു. കുറച്ചധികം ദിവസമായല്ലോ അങ്ങനെ വ്ളോഗായിട്ടൊക്കെ ചെയ്തിട്ടും വോയിസ് ഓവർ കൊടുത്തിട്ടും. അത് കാരണം കൊണ്ട് തന്നെ ഒന്നും പറയാൻ കിട്ടണം വലിയ ഒരു ഉഷാറും തോന്നുന്നില്ല കേട്ടോ സത്യത്തിൽ പറയാനായിട്ട്. അതാണ് ആകെ ഒരു തപ്പും പഴയും പോലെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ എന്നാലും ഇതാ ചോറും കറിയും ഉപ്പേരിയൊക്കെ ആയി. ഇതാ ചിക്കൻ ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ തിക്കായിട്ടുള്ളൊരു മസാലയായിട്ട്, ഭയങ്കര ഡ്രൈ ഒന്നും ആക്കിയില്ല കേട്ടോ. അങ്ങനെ നല്ല എരിവൊക്കെ ഉള്ളൊരു മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ചിക്കൻ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ അതും റെഡിയായി. പിന്നെ വൈകിട്ടായപ്പോൾ അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ വൈകിട്ട് 6 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ചേച്ചിയും ഹസ്ബൻഡും കുട്ടികളും അമ്മയൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആ കേക്ക് കട്ടിൻ്റെ ഇടയ്ക്ക് അവിടെ ചേട്ടനും എനിക്ക് നമ്മൾ ഓരോന്നോരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെപ്പോഴും ഉണ്ടാവും. കേക്കിൻ്റെ കാര്യം പറയാൻ വെച്ചാൽ നല്ലൊരു കഥയുണ്ട് കേട്ടോ. ആദ്യം ഞങ്ങൾ ബട്ടർ സ്കോച്ചിൻ്റെ ഒരെണ്ണം ഓർഡർ ചെയ്തു. അത് താഴേന്ന് കളക്ട് ചെയ്യാനായിട്ട് വിട്ടത് ആരവിനെയാണ്. ആരവ് പോയി വീടിൻ്റെ ആ ഡോറിൻ്റെ മുമ്പിലെത്തിയതും കേക്ക് കയ്യിൽ നിന്ന് താഴെ ഇട്ടു. അങ്ങനെ അത് ഷേപ്പ് ഔട്ടായി. പിന്നെ വിജേഷ് പോയി വീണ്ടും ഒരു വനില കേക്കും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അതാണ് കട്ട് ചെയ്തത്. അങ്ങനെ 2 കേക്കും നമ്മൾ കഴിച്ചു കേട്ടോ. അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ജീവിച്ച് കാണിച്ചു എന്ന് പറയില്ലേ, അമ്മ അതിൻ്റെ സീനാണ് കേട്ടോ അത്. അച്ഛൻ പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക, അമ്മ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം കാണണതാണ് അതൊക്കെ. അപ്പോൾ വിജേഷ് പോകാനായിട്ട് ഇറങ്ങണം കേട്ടോ. അങ്ങനെ വിജേഷ് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കട്ടൻ ചായയൊക്കെ വെച്ച് എല്ലാവർക്കും കൊടുത്ത് കുടിച്ചൊക്കെ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ വക ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഡെസേർട്ട്. ഞാൻ ഇന്നലെ രാത്രി 11:30 വരെ ഇരുന്ന് കുത്തിപ്പിടിച്ചിരുന്നുണ്ടാക്കി സെറ്റ് ചെയ്യാനൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഇവർ വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ചീസ് കേക്കാണ്. അപ്പോൾ ഞാൻ ആ ചീസ് കേക്ക് ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതിലിങ്ങനെ ഉണ്ടാക്കണതും കഴിക്കുന്നതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ എങ്ങനെ ടേസ്റ്റ് എന്നൊന്നും അറിയില്ല. ഞാൻ അത് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് എനിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഇതാക്കിയിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് ടേസ്റ്റ് അറിയാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കഴിച്ചപ്പോൾ എനിക്കൊന്നും അറിയണില്ല അതിൻ്റെ ടേസ്റ്റ്, ഇത് എങ്ങനെ തന്നെയാണോ ചീസ് കേക്ക് എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇവരെന്തായാലും വരണ്ടല്ലോ, അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇവരെന്തായാലും കഴിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ പിള്ളേരും ചേച്ചിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി അവരൊക്കെ പറഞ്ഞു കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എന്തായാലും എൻ്റെ പരീക്ഷണം ഫ്ലോപ്പായില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇതാ ചേച്ചിയുടെ അനിയത്തിൻ്റെ വക ഓരോരോ വീഡിയോസ് എടുക്കലും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഹാളിൽ പോയി എടുക്കും, റൂമിൽ വന്നെടുക്കും. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അബിയുടെ പിന്നാലെ പാവം ആ വീഡിയോ കണ്ടിങ്ങനെ ഇരുന്നു. ഒരു തലയിൽ ഓരോന്ന് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് ഇവൾക്ക് അവളുടെ ഓരോ ഹെയർ സ്റ്റൈലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നവ്യ ചേച്ചിയാണ് കേട്ടോ. തലയിലൊക്കെ നിറച്ച് ആ ഒരു ബീഡ്സൊക്കെ വെച്ചിട്ട് ആ ഒരു സംഭവമൊക്കെ വെച്ച് അവൾ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായതാ ഇതുപോലെ. അങ്ങനെ ഇവർ രണ്ടുപേരും കളിയൊക്കെ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ കഴിക്കാറായി. നമ്മൾ വിജേഷ് പോണതിന് മുന്നേ ഫുഡ്, അതായത് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഇപ്പോൾ ചേച്ചിയൊക്കെ വരുമ്പോൾ അങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്യുന്നത് രീതിയിൽ തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, മണീസ് ദം ബിരിയാണി, നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അതൊരു ബക്കറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും തികയും ചെയ്യും. പിന്നെ അത് ബാക്കി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നേരത്തെ വന്ന കാരണം കൊണ്ട് അതൊക്കെ ഒന്ന് ചൂടാക്കണമായിരുന്നു. പിന്നെ പായസം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ വെച്ച്
അത് കുറച്ചൊരു ഇത്തിരിക്കോളം ഉണ്ടായുള്ളൂ, ഇത്തിരിക്കോളം ബാക്കി വന്നു. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ കഴിക്കാനിരുന്നു. അപ്പോൾ ചേച്ചി പറയായിരുന്നു ചിക്കൻ നന്നായിട്ടുണ്ടെന്ന്. അതുപോലെ പയർ, നല്ല നാടൻ പയറല്ലേ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ നാളായി ഈ ഒരു ടേസ്റ്റിൽ പയർ കഴിച്ചിട്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ ഓൺലൈനൊക്കെ ഓർഡർ ചെയ്യുന്ന പയറൊന്നും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ച്. അമ്മ അവിടെ ഇരിക്കുന്നില്ല കേട്ടോ, അമ്മ എപ്പോഴും ഡൈനിങ് ടേബിളിൽ ഇരിക്കാം. അമ്മ ആ ഭാഗത്ത്, അവിടെ ചേച്ചിയുടെ വീട്ടിലായാലും അമ്മ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുള്ളൂ. പിന്നെ അമ്മ ഈ ബിരിയാണി ഒന്നും കഴിക്കുന്നില്ല, അമ്മ റൈസ്, കറി, ഉപ്പേരിയൊക്കെ കൂട്ടി കഴിക്കുള്ളൂ. അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് പോയി. അവിടെ ഇങ്ങനെ നമ്മൾ ഞാൻ ഈ ഉണ്ടാക്കിയതൊക്കെ ഞാൻ വീഡിയോ ഒറ്റയടിക്കാനും കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വെച്ച് പോയപ്പോൾ തന്നെ പയറുപ്പേരിയൊക്കെ കഴിഞ്ഞു ഏകദേശം. അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല അധികം. അപ്പോൾ ഞാൻ പറയായിരുന്നു, ഹസ്ബൻഡ് പാവം ആൾ ട്രെയിനിൽ എന്തോ ലൈറ്റായിട്ട് കഴിച്ച് കിടന്നു. കറക്റ്റ് ഈ ഒരു ദിവസം വന്നപ്പോൾ ആൾക്ക് മീറ്റിംഗ് വന്നു. പെട്ടെന്ന് ഫിക്സായി പോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും മധുരയ്ക്ക് പോകണം, അവിടെ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആരവിൻ്റെ ബർത്ത്ഡേ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ച്. അവർ പിന്നെ 11 മണിയൊക്കെ ആയപ്പോൾ അവർ പോയിട്ടോ. പിറ്റേ ദിവസം കുട്ടികൾക്ക് ക്ലാസ്സും കോളേജും അവർക്ക് ജോലിയൊക്കെ ഉള്ളതാണല്ലോ. അങ്ങനെ അവർ പോയി. അവരെ യാത്ര അയക്കാൻ താഴേക്കൊക്കെ പോകണ്ടായിട്ടോ. അവളെ സ്റ്റെപ്പ് ഇറങ്ങി പോകണ്ടായി. കുറച്ചതിപ്പോൾ എന്നെ നോക്കിയിട്ട് തിരിച്ച് ഓടി വന്നു. പിന്നെ മോൻ നെക്സ്റ്റ് ഡേ സ്കൂളിലേക്ക് ചോക്ലേറ്റൊക്കെ കൊണ്ടുപോയി. കാര്യം ബർത്ത്ഡേ കഴിഞ്ഞെങ്കിലും നെക്സ്റ്റ് ഡേ അവർക്ക് നിർബന്ധമാണ് ചോക്ലേറ്റ് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അപ്പം മോൻ എന്താ പറയുക, യൂണിഫോം ഇടില്ല, കളർ ഡ്രസ്സ് തന്നെ ഇടണമെന്നും പറഞ്ഞ് കളർ ആ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് പോയി. അപ്പോൾ അതും വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ സിനിമ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.